നോട്ട് പ്രതിസന്ധിയിൽ വോട്ടെടുപ്പോടെയുള്ള ചർച്ച വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു പ്രതിപക്ഷം. ഇല്ലെന്ന് കേന്ദ്ര സർക്കാർ. ബഹളം മൂലം ലോക്സഭ പിരിഞ്ഞു. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് നോട്ട് നിരോധനമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വിവരങ്ങളുമായി സന്തോഷ് സലിംഗ് ചേരുകയാണ്. സന്തോഷ്, എന്തൊക്കെയാണ് ഇന്ന് പാർലമെന്റിൽ സംഭവിച്ചത്? ദൈവത്തെ ഓർത്ത് ജോലി ചെയ്യൂ എന്ന രാഷ്ട്രപതിയുടെ ഉപദേശവും പാഴായി. ചർച്ച ചെയ്യാമെന്ന് പ്രതിപക്ഷം അറിയിച്ചെങ്കിലും ഇത്രനാൾ സഭയെ സ്തംഭിപ്പിച്ച നിലപാടിൽ മാപ്പ് പറഞ്ഞ ശേഷം ചർച്ച ചെയ്യാമെന്നായിരുന്നു ഇന്ന് ഭരണപക്ഷം പറഞ്ഞത്. പതിവിൽ നിന്ന് വിരുദ്ധമായി ഭരണപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾക്കാണ് ഇന്ന് സഭ സാക്ഷ്യം വഹിച്ചത്. രാജ്യം കണ്ട ഏറ്റവും വലിയ നോട്ട് അഴിമതിയാണ് നോട്ട് നിരോധനമെന്ന് രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. താൻ ലോക്സഭയിൽ സംസാരിച്ചാൽ ഭൂകമ്പം ഉണ്ടാകുമെന്നും അതാണ് കേന്ദ്ര സർക്കാർ ഭയപ്പെടുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്നാൽ ഒരു പ്രകമ്പനം പോലും ഉണ്ടാക്കാത്ത രാഹുൽ ഗാന്ധി എന്ത് ഭൂകമ്പം ഉണ്ടാക്കാനാണെന്നായിരുന്നു കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി വെങ്കയ്യ നായിഡുവിന്റെ പരിഹാസം. സഭ നടക്കുമ്പോൾ ഭരണപക്ഷ ബെഞ്ചുകളിൽ നിന്നും പ്രതിപക്ഷത്തിനെതിരെ മുദ്രാവാക്യം വിളികളുണ്ടായതിൽ ഇന്നും BJP മുതിർന്ന അംഗം LK അദ്വാനി ദേഷ്യപ്പെട്ടു. സഭയിലുണ്ടായിരുന്ന കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയോടാണ് അദ്വാനി ദേഷ്യപ്പെട്ടത്. രാജ്യസഭയിലാകട്ടെ പ്രധാനമന്ത്രി ചർച്ചയിലെന്ന പ്രതിപക്ഷ നിലപാടിൽ ഇന്നും മാറ്റമൊന്നും ഉണ്ടായില്ല. ഇരു സഭകളും നേരത്തെ പിരിഞ്ഞു. സന്തോഷ് സലിംഗാണ് വിവരങ്ങൾ നൽകിയത്.